ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മൾ കുറേ നാളായിട്ട് പറ്റിക്കപ്പെടുമായിരുന്നു എന്നുള്ളൊരു സത്യം ഞാൻ ഇന്നാ മനസ്സിലാക്കിയത് കേട്ടോ. എന്താന്നല്ലേ, നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ 50 രൂപയ്ക്ക് മേടിക്കുന്ന പാൻപൂരി കഴിച്ചിട്ടുണ്ടോ? അത് നമ്മൾ 50 രൂപയ്ക്ക് വെറുതെ 5 പൂരി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നാളുകൊണ്ട് വാങ്ങിച്ച് കഴിക്കുക. ശരിക്കും അവർ നമ്മളെ നന്നായിട്ട് പറ്റിക്കുക. ഞാനിന്നൊരു സിമ്പിൾ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് 50 രൂപയുടെ കുറേ സെറ്റ് ഉണ്ടാക്കാം. അത്രയുണ്ട്. അപ്പൊ നമുക്ക് സംഗതി പരിചയപ്പെട്ടാലോ? ഇതാണ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പാനിപ്പൂരിയുടെ കിറ്റ്. വെറും 45 രൂപയുള്ളൂ. അപ്പൊ അതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതിലാദ്യം തന്നെ വരുന്നത് പാനിപ്പൂരിയുടെ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ്. ഇത് സെക്കൻഡ് പാക്കറ്റ് ആട്ടോ. അതിൽ 3 സാധനങ്ങൾ ഉണ്ടായിരുന്നു. 3 പാക്കറ്റ് അടങ്ങിയ ഒരു പാക്കറ്റ് ആയിരുന്നു ഈ സെക്കൻഡ് പാക്കറ്റ് എന്ന് പറഞ്ഞത്. പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു നമ്മുടെ പൂരി. ആ ഒരു കുഞ്ഞു പാക്കറ്റിൽ തന്നെ ഇത്ര കുറേ പൂരി ഉണ്ടായിരുന്നു. ഇതിൽ ശരിക്കും 2 തരത്തിലുള്ള പാനി വരുന്നുണ്ടല്ലോ, അതായത് 2 തരത്തിലുള്ള ചട്നി പോലത്തത് വരുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ പുളിയുള്ള വെള്ളത്തിന്റെ ചട്നി, രണ്ടാമത്തെ നമ്മുടെ ആ പുതിനന്റെ ഒരു ചട്നി, മൂന്നാമത്തെ ഉണ്ടായിരുന്നത് ചാറ്റ് മസാല ഇല്ലേ, അതിന്റെ ഒരു പാക്കറ്റും ആയിരുന്നു. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഇതിൽ പൊട്ടറ്റോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ പൊട്ടറ്റോ ഒരെണ്ണം എടുത്ത് പുഴുങ്ങാനിടുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ഇതുപോലെ പൂരി ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ച് പൊരിച്ച് കോരി. അപ്പൊ ദേ കുറച്ചങ്ങോട്ട് പൊരിച്ചപ്പോ തന്നെ ദേ ഇത്രയും ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ പൊട്ടിച്ചൊരു ബൗളിലോട്ട് അഴിച്ചു കൊടുത്തു. ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പുളി കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിന്റിന്റെ ചട്നിയുടെ പൗഡർ ആയിരുന്നു, അതങ്ങോട്ട് തട്ടിക്കൊടുത്തു. അതിൽ 250 ml വെള്ളം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അളന്നിയൊന്നുമില്ല, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തു. അപ്പൊ ഇപ്പൊ നമ്മുടെ പാനി രണ്ടും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തതുണ്ടല്ലോ, അതിനെ നന്നായിട്ട് ഉടച്ചെടുത്ത് കുറച്ച് കുനുകുനാ ചോപ്പ് ചെയ്ത് നമ്മുടെ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ചാറ്റ് മസാല ഉണ്ടല്ലോ, അതും കൂടെ പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് മിക്സ് മിക്സ്. അത് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും പോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചീരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാന്നേ. അപ്പൊ അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയൊക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ ആ മിക്സും റെഡിയാക്കി എടുത്തു. ഇനി വീട്ടിൽ കുറച്ച് മിച്ചറും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ അങ്ങോട്ട് എടുത്തു. പിന്നെ അതിനുശേഷം ഇനി അറിയാലോ, എടുക്കുക, പൊളിക്കുക, എല്ലാം അങ്ങോട്ട് നിറയ്ക്കുക, അങ്ങോട്ട് തിന്നുക. അപ്പൊ നമ്മൾ ആദ്യം ഓരോന്നോരോന്നായിട്ട് കുറച്ച് കുറച്ച് പൊട്ടിച്ച് ഒരു 5 എണ്ണം അങ്ങോട്ട് എടുത്തു. ഇതിന്റെ മുകൾ ഭാഗം എങ്ങനെ കിടുകിടാ പൊളിച്ചു. പിന്നെ അതിനുശേഷം നമ്മുടെ ആ കയ്യിൽ കിഴങ്ങ് ഉള്ളി മാഷ് ചെയ്തതുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആ മിക്സിനെ എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ പാനിയുടെ വരവാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മിന്റിന്റെ ചട്നി കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ചങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആ പുളിവെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. ഈ പുളിവെള്ളം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ലൂസാക്കാം കേട്ടോ. ഞാൻ അത്ര ലൂസാക്കിയില്ല. പിന്നെ കുറച്ച് മിച്ചറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് കഴിക്കുക. പാനിപ്പൂരി കടക്കാരൻ ഉണ്ടാക്കുന്ന ലാഭത്തെ പറ്റി നിങ്ങൾ ഓർത്തോ? എന്തുമാതിരി ലാഭം അവരുണ്ടാക്കണേ. അപ്പൊ ആവശ്യക്കാരെ ഇത് വാങ്ങിയിട്ട് ഉണ്ടാക്കിയാൽ മതി ഇനി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. നിങ്ങൾ ഇതിനു മുമ്പ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.